വെൽക്കം ബാക്ക് ടു അനദർ ജോഗ്രഫി സെഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവസാനത്തെ പോർഷൻ നമ്മൾ അറിയപ്പെടുന്ന പേര് പ്രസിപ്പിറ്റേഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ വർഷണം എന്ന് പറയും. അതായത് നമ്മൾ പലതരത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭൂമിയിലേക്ക് പലതരത്തിലുള്ള ഫോംസിൽ വാട്ടർ വേപ്പർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മഴയായിട്ടും മഞ്ഞായിട്ടും അങ്ങനെ പലതരത്തിൽ വരുന്നു. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്താണ് എന്ന് പറയാം. എങ്ങനെയാണ് അന്തരീക്ഷത്തിലുള്ള നീരാവി അല്ലെങ്കിൽ ക്ലൗഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്, അറ്റ്മോസ്ഫിയർ വാട്ടർ വേപ്പർ കൊണ്ട് നിറയുന്നു. ഈ വാട്ടർ വേപ്പർ ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. ക്ലൗഡ്സ് പിന്നീട് മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ മഴയായിട്ട് മാത്രമല്ല ഭൂമിയിലേക്ക് എത്തുന്നത്, അത് പല ഫോംസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അത് ഏതൊക്കെ ഫോം ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്താണ് എന്ന് പറയാം, അതിനുശേഷം അതിന്റെ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് പറയാണ്. കണ്ടിന്യൂസ് കണ്ടൻസേഷൻ കോസസ് ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ് ടു ഗ്രോ ഇൻ സൈസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടൻസേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ക്ലൗഡ്സ് ഫോം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ വേപ്പർ കൊണ്ട് ക്ലൗഡ് ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ക്ലൗഡിലെ വാട്ടർ വേപ്പറിന്റെ അളവ് ഗ്രോ ഇൻ സൈസ്, വാട്ടർ വേപ്പറിന്റെ അളവ് എന്ത് ചെയ്യും, വലുതായി വലുതായി വരും. ബീങ് അൺഎബിൾ ടു റെസിസ്റ്റ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂഗുരുത്വാകർഷണ ബലം താങ്ങാനാകാതെ വരുന്ന സമയത്ത് the water droplets gets released from the clouds and fall on the earth in the different forms. ഈ ക്ലൗഡ്സിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യപ്പെടും, ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും, പുറന്തള്ളപ്പെടും. അല്ലെങ്കിൽ അവിടുന്ന് അത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് അത് എർത്തിലേക്ക്, എർത്തിന്റെ സർഫസിലേക്ക് വരും. എർത്തിന്റെ സർഫസിലേക്ക് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പല ഫോമുകളിലായിട്ടായിരിക്കും എർത്തിന്റെ സർഫസിൽ എത്തുന്നത്. അത് ഏതൊക്കെയാണ് ആ ഫോംസ് എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. അത്തരം ഈ ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പല ഫോംസിലേക്ക് എർത്തിന്റെ സർഫസിൽ എത്തുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ദി പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ വാട്ട് ആർ ദ ത്രീ കൈൻഡ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ന് ചോദിച്ചാൽ, ദ റെയിൻ, സ്നോഫോൾ ആൻഡ് ഹെയിൽസ്റ്റോൺസ് ആർ ദ ത്രീ കൈൻഡ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രസിപ്പിറ്റേഷൻ ആണ് നമുക്ക് ഉള്ളത്. അതിനകത്ത് ആദ്യമായി നമ്മൾ റെയിൻ എന്താണെന്ന് പറയുകയാണ്. The common manifestation of the precipitation in the form of water droplets. ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്ന പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ ഫോമിൽ തന്നെയാണ്. ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതേപോലെ തന്നെ എർത്തിന്റെ സർഫസിലേക്ക് എത്തിച്ചേരും. അത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണ്. ഇറ്റ് ഈസ് കോൾഡ് റെയിൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മഴ എന്ന് വിളിക്കുന്നത്. അതായത് ക്ലൗഡ്സിൽ നിന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിലീസ് ചെയ്യുന്നു. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതേപോലെ തന്നെ എവിടെ എത്തുന്നു, നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് എത്തിച്ചേരും. ഇറ്റ് വിൽ ബി കോൾഡ് റെയിൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മഴ. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്നോഫോൾ എന്ന് നോക്കിയേ. When the temperature falls below 0 degrees Celsius. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എർത്തിന്റെ സർഫസിൽ എല്ലായിടത്തും ഒരേപോലെ അല്ല ടെമ്പറേച്ചർ. ചിലയിടത്ത് കൂടുതലുണ്ട്, ചിലയിടത്ത് കുറവുണ്ട്. അപ്പോൾ നമ്മുടെ എർത്തിന്റെ സർഫസിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലും താഴെയായിട്ടുള്ള കുറച്ച് റീജിയൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ precipitation reaches on the earth in the form of tiny crystals of ice. അങ്ങനെയുള്ള പ്രദേശത്ത് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്തായിട്ട് മാറും, ഇറ്റ് വിൽ ചേഞ്ച് ആസ് ടു ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്, ചെറിയ ചെറിയ ഐസ് ക്രിസ്റ്റലുകളായിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് സ്നോഫോൾ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നോഫോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെയിൻ എന്ന് പറഞ്ഞാൽ ക്ലൗഡിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതേപോലെ തന്നെ എർത്തിന്റെ സർഫസിൽ എത്തുന്നതിനെ റെയിൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ റെയിനിൽ നിന്ന് മാറി എങ്ങനെയാണ് സ്നോഫോൾ ആയെന്ന് ചോദിച്ചാൽ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അത് ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നു. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലും താഴെയുള്ള റീജിയൻ ആണെങ്കിൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്തായിട്ട് മാറുന്നു, ടൈനി ക്രിസ്റ്റൽസ്, ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്നു, ചെറിയ ഐസ് ക്രിസ്റ്റൽസുകളായിട്ട് മാറും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, സ്നോഫോൾ എന്ന പേരിൽ വിളിക്കുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ പറയുന്നു ഹെയിൽസ്റ്റോൺ എന്താണെന്ന് പറയും. ഹെയിൽസ്റ്റോൺ എന്ന് പറഞ്ഞാൽ when the water droplets released from the clouds happen to pass through the colder layers of the atmosphere. അതായത് നമ്മുടെ ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ എർത്തിന്റെ പല ലേയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിങ്ങനെ 4 ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഈ പറയുന്ന ലേയേഴ്സിൽ, ഏറ്റവും കോൾഡർ ലേയേഴ്സിലൂടെ പാസ് ചെയ്യാൻ കാരണമായാൽ അതെന്ത് ചെയ്യും, മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. എന്താന്ന് നോക്കിയേ, they may reach on the earth the form of ice pellets
ഇങ്ങനെ കോൾഡർ ലെയേഴ്സിലൂടെ കടന്നു പോകാൻ കാരണമായാൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചെറിയ ഐസ് പെല്ലറ്റ്സ് ആയിട്ടായിരിക്കും എവിടെ എത്തുന്നത്, നമ്മുടെ എർത്തിന്റെ സർഫസിൽ എത്തുന്നത്. ദിസ് ഫോം ഓഫ് precipitation is called hailstones. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, hailstones എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ 3 തരത്തിലുള്ള precipitation ആണ് പറഞ്ഞത്. ഒന്ന് റെയിൻഫോൾ, ക്ലൗഡ്സിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതേപോലെ എർത്തിൽ എത്തുന്നു, അതിനെ നമ്മൾ റെയിൻസ് എന്ന് വിളിച്ചു. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് സ്നോഫോൾ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച എന്ന് പറഞ്ഞു. അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലും താഴെയുള്ള റീജിയൻസിൽ നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചെറിയ ഐസ് ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും വരുന്നത്, അതിനെ നമ്മൾ സ്നോഫോൾ എന്ന് വിളിക്കുന്നു. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു ഹെയിൽസ്റ്റോൺ അല്ലെങ്കിൽ ആലിപ്പഴം എന്ന് പറഞ്ഞു. ഹെയിൽസ്റ്റോൺ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിന് ഏറ്റവും കൂടുതൽ കോൾഡർ ലെയേഴ്സ് ഉണ്ട്. കോൾഡർ ലെയേഴ്സിലൂടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കടന്നു പോകാൻ സാധ്യതയുണ്ടായാൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഐസ് പെല്ലറ്റ്സ് ആയിട്ട് ചെറിയ ഐസ് ക്യൂബുകളായിട്ട് മാറുന്നു. അങ്ങനെ എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെയിൽസ്റ്റോൺസ് അല്ലെങ്കിൽ ആലിപ്പഴം എന്ന പേരിൽ അറിയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെയിൻസ് പറയാം. അതായത് പ്രധാനമായും 2-3 തരത്തിലുള്ള മഴകളെ കുറിച്ചാണ് പറയാനുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ മഴയെ നമ്മൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന പേരിൽ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ എന്ന പേരിൽ അറിയപ്പെടും. രണ്ടാമത്തത് കൺവെൻഷണൽ റെയിൻഫോൾ എന്ന പേരിൽ അറിയപ്പെടും. മൂന്നാമത്തതിന് ബോർഡർ റെയിൻ അല്ലെങ്കിൽ തീരദേശ മഴ എന്ന പേരിലും അറിയപ്പെടും. അതിനകത്ത് നമുക്ക് ആദ്യം ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ എന്താണെന്ന് ചോദിച്ചാൽ നോക്കിയേ, the moisture laden wind from the sea enters the land and move upwards along the mountain slope where it gets cooled and condensed to form the clouds. When the windward side of the mountain receive heavy rainfall, the leeward side do not receive rainfall due to the descending dry air. This type of rainfall is known as orographic rainfall or relief rainfall. അതായത് ഒരു മൗണ്ടനസ് റീജിയൻ, ഒരു ഓഷനും മൗണ്ടനസുമായിട്ടുള്ള റീജിയൻസിൽ ഓഷനിൽ നിന്നുള്ള മോയ്സ്ചർ ലാഡൻ വിൻഡ്, അതായത് നീരാവി നിറഞ്ഞ കാറ്റ് കടൽ തീരത്ത് നിന്നും എന്ത് ചെയ്യുന്നു, കരയിലേക്ക് വരും. കരയിലേക്ക് വന്നിട്ട് ആ മൗണ്ടനസ് റീജിയൻസിൽ എത്തിയിട്ട് ഈ മൗണ്ടൻ സ്ലോപ്പിൽ കൂടി ഈ മോയ്സ്ചർ ലാഡൻ വിൻഡ് എന്ത് ചെയ്യുന്നു, മൗണ്ടൻ ടോപ്പിലേക്ക് പോകും. മൗണ്ടൻ ടോപ്പിലേക്ക് ചെന്ന് മൗണ്ടൻ ടോപ്പിൽ അവിടെ ക്ലൗഡ് ഫോം ചെയ്യാൻ കാരണം. അവിടെ ക്ലൗഡ് ഫോം ചെയ്തിട്ട് ആ ക്ലൗഡ് ഫോം ചെയ്യുന്ന അതേ റീജിയനിൽ തന്നെ ഹെവി റെയിൻഫോൾ, ശക്തമായ മഴ പെയ്യുന്നതിനും കാരണമാണ്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ ഓർ റിലീഫ് റെയിൻഫോൾ. ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഓറോഗ്രാഫിക് റെയിൻഫോൾ ലഭിക്കുന്നത് ഒരു മൗണ്ടൈന്റെ വൺ സൈഡ് ആയിരിക്കും, ഒരു സൈഡിലായിരിക്കും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അറിയപ്പെടുന്ന പേര് റെയിൻ ഷാഡോ റീജിയൻ അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശം എന്നാണ് ഈ മൗണ്ടൈന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ അറിയപ്പെടുന്ന പേര്. അതായത് മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, ആ ലഭിക്കുന്ന മഴയെ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നു. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ മഴ ലഭിക്കുന്നില്ല, അതുകൊണ്ട് അതിനെ റെയിൻ ഷാഡോ റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ അതിനുശേഷം നമ്മൾ പറയുന്നതാണ് കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് ചോദിച്ചാൽ, cumulus clouds are formed by the cooling and condensation rising warm air. അതായത് വാം എയർ, വളരെ ചൂടായിട്ടുള്ള വായുവിൽ നിന്ന് നമുക്ക് ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്ന ഒരു ക്ലൗഡ്സ് ഫോം ചെയ്യും. ക്ലൗഡ്സ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന രൂപയുടെ ഒരു ക്ലൗഡ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്താൽ റെയിൻഫോൾ ഒക്കേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ആ ക്യൂമുലസ് ക്ലൗഡ്സ് എന്തിന് കാരണമാകും? മഴ പെയ്യാൻ കാരണമാകും. നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് നിംബസ് ക്ലൗഡ്സ് ആണ് റെയിൻ ക്ലൗഡ്സ്. എന്നാൽ ഇവിടെ വാം എയർ ക്യൂമുലസ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ വാം എയർ കൊണ്ട് ഫോം ചെയ്യുന്ന ക്യൂമുലസ് ക്ലൗഡ്സ് മഴ പെയ്യിക്കാൻ, റെയിൻഫോൾ ഉണ്ടാകാൻ കാരണമാകുന്നു. മഴ വെറുതെ ഉണ്ടാകുകയല്ല, വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിമിന്നലോട് കൂടിയ മഴയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോ ദിസ് റെയിൻ, ഈ മഴ മോസ്റ്റ്ലി ഒക്കറിംഗ് ഇൻ ആഫ്റ്റർനൂൺ, ഡസ് നോട്ട് ലാസ്റ്റ് നൗ. ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമായിട്ട് ഈ മഴ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്, ഒരുപാട് നേരം നീണ്ടു നിൽക്കത്തില്ല, വളരെ ഷോർട്ട് ടൈമിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള മഴ ഉണ്ടാകുന്നത്. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് കോൾഡ് കൺവെക്ഷണൽ റെയിൻഫോൾ. ഇത്തരത്തിലുള്ള മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന്, കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന പേരിൽ അറിയുന്നത്. ദെൻ ഏറ്റവും അവസാനമായി നമ്മൾ പറയുന്നു ബോർഡർ റെയിൻ അല്ലെങ്കിൽ തീരദേശ മഴ എന്ന് പറയും. തീരദേശ മഴ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ എന്താണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാൻഡും സീയും ഡിഫറെന്റ് ആയിട്ടാണ് ഹീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അതേ കണക്കെ കൂൾ ഡൗൺ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡിൽ നിന്നുള്ള എയറും സീയിൽ നിന്നുള്ള എയറും ഒരുമിച്ച് വരികയും
അത് രണ്ടും കോസ്റ്റൽ റീജിയനിൽ തന്നെ തീരപ്രദേശത്ത് വെച്ച് തന്നെ കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, ആ റൈസസ് അപ്പ്, അത് മുകളിലേക്ക് പോവുകയും ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ തീരപ്രദേശം കോസ്റ്റൽ റീജിയനിൽ തന്നെ എന്ത് ചെയ്യുന്നു, വലിയ ക്ലൗഡ്സ് ഫോം ചെയ്യാൻ കാരണമാവുകയും അത് ആ കോസ്റ്റൽ റീജിയനിൽ തന്നെ എന്ത് ചെയ്യുന്നു, മഴ പെയ്യിക്കാനും കാരണമാകുന്നു. അത്തരത്തിലുള്ള റെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർഡർ റെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനെ തീരദേശ മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് കടൽ തീര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മഴ. എന്തുകൊണ്ടാണ് ആ മഴ ഉണ്ടാകുന്നത്? ഡിഫറെന്റ് ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡിന്റെയും വാട്ടറിന്റെയും ഡിഫറെന്റ് ഹീറ്റിംഗിന്റെ ഫലമായിട്ട് വാം എയർ കോസ്റ്റൽ റീജിയനിൽ മുകളിലേക്ക് പോവുകയും അവിടെ ക്ലൗഡ് ഫോം ചെയ്യുകയും കോസ്റ്റൽ റീജിയൻസിൽ, ബോർഡർ റീജിയൻസിൽ മഴ പെയ്യാൻ കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ബോർഡർ റെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചത് പ്രസിപ്പിറ്റേഷൻ, വർഷണം എന്താണെന്നാണ്. അതിനകത്ത് റെയിൻ, മഴ എന്താണെന്ന് പറഞ്ഞു. സ്നോഫോൾ, മഞ്ഞുവീഴ്ച എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഹെയിൽസ്റ്റോൺ, ആലിപ്പഴം എന്താണെന്ന് പറഞ്ഞു. പിന്നീട് ഒറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ എന്താണെന്ന് പറഞ്ഞു. മലയാളത്തിൽ അതിനെ ശൈലവൃഷ്ടി, സംവഹന വൃഷ്ടി എന്നൊക്കെ പറയും. ശൈലവൃഷ്ടി എന്ന് പറയും. ദെൻ കൺവെക്ഷണൽ റെയിൻഫോൾ അല്ലെങ്കിൽ സംവഹന മഴ എന്ന് പറയുന്നു. ഏറ്റവും അവസാനം നമ്മൾ ബോർഡർ റെയിൻ അല്ലെങ്കിൽ തീരദേശ മഴ എന്ന പേരിലും അറിയാം. ഇത്രയും ടോപ്പിക്കോട് കൂടി നമ്മുടെ ഒന്നാമത്തെ പാഠം കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ.